മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി നിർമ്മിക്കുന്ന സർക്കാരിന്റെ ടൗൺഷിപ്പ് മാതൃകാപരമായി മുന്നോട്ടു പോകുന്നുവെന്ന് ബിജെപി വയനാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയിൽ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ടൗൺഷിപ്പ് സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. കേന്ദ്ര സർക്കാർ ദുരന്തബാധിതർക്കായി സംസ്ഥാനം ആവശ്യപ്പെട്ട ഫണ്ട് പോലും നൽകാതിരിക്കുമ്പോഴാണ് പ്രതിസന്ധികളെ അതിജീവിച്ച് സർക്കാർ ടൗൺഷിപ്പ് പൂർത്തീകരണവുമായി മുന്നോട്ടു പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുണ്ടക്കൈ ചൂരൽമല ദുരന്തഭൂമിയിലെത്തിയപ്പോൾ ഏറെ പ്രതീക്ഷയിലായിരുന്നു കേരളം. ദുരന്തബാധിതർക്കായി കേന്ദ്രം അനുവദിച്ച ഫണ്ട് വായ്പാ തുകയായി തിരിച്ചടക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഫോട്ടോഷൂട്ട് മാത്രമായിരുന്നെന്ന ആരോപണമുയർന്നു. ദുരന്തബാധിതർക്കായുള്ള വിദേശ ഫണ്ട് പോലും സ്വീകരിക്കാൻ സംസ്ഥാനത്തെ കേന്ദ്രം അനുവദിച്ചില്ല. സംസ്ഥാന സർക്കാർ ദുരന്തബാധിതർക്കായുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ സ്വന്തം നിലയിൽ ആരംഭിച്ചു. ഇന്നുവരെ ഇല്ലാത്ത വിധം ലോകോത്തര മാതൃകയിൽ ദുരന്തബാധിതർക്കായി ടൗൺഷിപ്പ് നിർമ്മിച്ചു നൽകുമെന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനം ലക്ഷ്യത്തോടടുക്കുമ്പോഴാണ് ബിജെപി ജില്ലാ പ്രസിഡന്റിന്റെ ടൗൺഷിപ്പ് സന്ദർശനം. ടൗൺഷിപ്പ് ഒരു മാതൃകാപരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അത് അങ്ങനെ തന്നെ വേണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ഇതൊരു ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഒരു മണിക്കൂർ മുൻപേ അവരൊരു സുരക്ഷിതമായ സംവിധാനത്തിലേക്ക് മാറുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒട്ടും വൈകാതെ ഞങ്ങൾ അതാണ് നോക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പണി വൈകുന്നുണ്ടോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ നോക്കിയെന്നുള്ളൂ. അങ്ങനത്തെ ഒരു സംവിധാനങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ കാര്യത്തെക്കുറിച്ചൊന്നും യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. സ്ഥലം ഏറ്റെടുപ്പ് മുതൽ പ്രതിസന്ധികളെ അതിജീവിച്ച സർക്കാരിന്റെ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ അവസാനം രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുകയാണ്. വയനാട് നിന്നും ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.